വൃത്തികേട് കാണിച്ച് പുറത്തിറങ്ങി പോകാൻ നേരവും സുനി പറയുന്നുണ്ട് എന്നോടൊന്നും വ്യക്തിപരമായി തോന്നരുത്, കൊട്ടേഷനായി പോയി ഞാൻ പൈസ വാങ്ങിച്ച് പോയതാണ് എന്ന് പറഞ്ഞിട്ട് സുനി തന്നെയും പറഞ്ഞിട്ടുണ്ട് എൻ്റെ കോൺടാക്ട് നമ്പർ പോയി ഞാൻ അവർക്ക് കൊടുത്തു, ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞു. ഈ കേസിനെക്കുറിച്ച് ന്യൂസ് മിനിറ്റ് നടത്തിയിട്ടുള്ള ഒരു ദീർഘമായിട്ടുള്ള അന്വേഷണ പരമ്പര അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയാൽ നമുക്ക് ഈ കേസ് എന്തുമാത്രം ഒരു നടുക്കം ഉണ്ടാക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാവും. അപ്പോൾ അതിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് മണി എന്ന് പറയുന്ന ഈ കേസിലെ ഈ കുറ്റകൃത്യം നടപ്പിലാക്കുന്ന സംഘത്തിൽപ്പെട്ട ഒരാളുമായി സംസാരിച്ചുകൊണ്ടാണ് ആ ആർട്ടിക്കിൾ തുടങ്ങുന്നത്. അപ്പോൾ മണി പറയുന്നുണ്ട് മണിയോട് പെട്ടെന്ന് വരാൻ വേണ്ടി പൾസർ സുനി ആവശ്യപ്പെടുന്നു. അപ്പോൾ ആലുവയില്ല എറണാകുളത്തെ ഒരു പോയിന്റിലേക്ക് അദ്ദേഹം ചെല്ലുമ്പോൾ പൾസർ സുനിയും മറ്റൊരാളും നിരന്തരമായി ആർക്കൊക്കെയോ ഫോൺ ചെയ്യുകയോ ആർക്കോ മെസ്സേജ് അയച്ചുകൊണ്ടോ ഇരിക്കുകയാണ്. പക്ഷേ പൾസർ സുനി ഒറ്റയ്ക്ക് തൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ലൈംഗിക ആവേശം തീർക്കാൻ വേണ്ടിയല്ല, മറ്റേതോ തരത്തിലുള്ള പോയിന്റുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, പൾസർ സുനി പെട്ടെന്ന് കേവല വൈകാരികതയിൽ ചെയ്തുവിട്ടുള്ള ഏർപ്പാടല്ല, അദ്ദേഹത്തിന് ആരുമായിട്ടോ നിരന്തരമായി അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. പിന്നീട് നടിയുമായിട്ട് വരുന്ന ഡ്രൈവറുമായിട്ട് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അതിനെ പിന്തുടരുന്നു, മനഃപൂർവ്വമായ ഒരു അപകടം ഉണ്ടാക്കുന്നു, അതിൻ്റെ പേരിൽ വർത്തമാനമാവുന്നു, ചാടി വണ്ടിക്കകത്ത് കയറുന്നു. വണ്ടിക്കകത്ത് കയറിയ ശേഷമുള്ള നടിയുമായിട്ടുള്ള സംഭാഷണം ഈ മണി പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന്. എന്നിട്ട് പറയുന്നു മാഡം ഇതൊരു കൊട്ടേഷനാണ്. അപ്പം ഈ സുനിയെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. നേരത്തെ ഒരു ലൊക്കേഷനിൽ സുനി അവർ ഡ്രൈവറായി ഓടിയിരുന്നു. ആ കൊട്ടേഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ വിവാഹമോതിരത്തോടൊപ്പമുള്ള നിങ്ങളുടെ നഗ്നദൃശ്യം പകർത്തി അയച്ചു കൊടുക്കലാണ് എൻ്റെ ഉത്തരവാദിത്വം, സഹകരിക്കണമെന്ന് പറഞ്ഞു. അപ്പം നടി അതിൽ നിന്ന് രക്ഷപ്പെടാൻ പല ഉപാധികളും പറഞ്ഞു. അവർ കുതിരി മാറാൻ ശ്രമിക്കുന്നില്ല. കാരണം കുതിരി മാറാൻ ശ്രമിക്കുകയോ രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്താൽ ഏതു തരത്തിലുള്ള ആക്രമണത്തിലേക്ക് അത് പോകുന്നവർ ഭയപ്പെട്ടു. അപ്പോൾ ഒരു ഘട്ടത്തിൽ സുനി തന്നെ ഈ മണിയോട് അതിനുശേഷം അതിൽ ഷൂട്ട് ചെയ്തിട്ട് ഇവർ പുറത്തു പോകാണല്ലോ ചെയ്യുക. സുനി തന്നെ മണിയോട് പറഞ്ഞ കാര്യം മണി പറയുന്നുണ്ട്, ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇത് ചെയ്യാൻ പറയും, മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം വന്നു മച്ചാനെ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കും, നമ്മൾ പൈസ വാങ്ങിച്ച് ധാരണ എത്തിപ്പോയ കേസല്ലേ എന്നിട്ട് ഇറങ്ങാൻ നേരവും, അതായത് ഈ വൃത്തികേട് കാണിച്ച് പുറത്തിറങ്ങി പോകാൻ നേരവും സുനി പറയുന്നുണ്ട് എന്നോടൊന്നും വ്യക്തിപരമായി തോന്നരുത്, കൊട്ടേഷനായി പോയി ഞാൻ പൈസ വാങ്ങിച്ച് പോയതാണ് എന്ന് പറഞ്ഞിട്ട് സുനി തന്നെയും പറഞ്ഞിട്ടുണ്ട് എൻ്റെ കോൺടാക്ട് നമ്പർ പോയി ഞാൻ അവർക്ക് കൊടുത്തു, ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞു. സിനിമയിൽ ഇങ്ങനൊരു സാധനം ഷൂട്ട് ചെയ്ത് പോയാൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല, വേറെന്തോ ബ്ലാക്ക് മെയിലിങ്ങിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആൾ വന്നു കേസാവൊന്നും വിചാരിക്കുന്നില്ലല്ലോ.